എവിടെ വെച്ച് മരിക്കുമെന്ന് നമുക്കറിയില്ല. വല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലത്തി ലം തമുത് ഫീ മനാമിഹാ. വല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലത്തി ലം തമുത് ഫീ മനാമിഹാ. ജോർജേ, സാറാമേ, എലിയമ്മേ, നിന്റെ മരണം ഇന്ന് രാത്രിയാണോ? പറയാനാവില്ല. ഇത് വോട്ട് ചോദിച്ചുകൊണ്ടുള്ള പരിപാടിയല്ല. ഇത് ഞങ്ങൾ കാളാകാനുള്ള പരിപാടിയല്ല. വാചകമൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. യേശുക്രിസ്തുവിനോട് നിയമജ്ഞൻ പറയുകയാണ്, താങ്കൾ പറഞ്ഞത് സത്യമാണ്, ദൈവം പലതില്ല, ഒന്നേ ഉള്ളൂ, മറ്റൊരുവനില്ല എന്ന് നീ പറഞ്ഞത് സത്യമാണ്. പൂർണ്ണ ഹൃദയത്തോടും അവനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ അറിവോടും അവനെ പൂർണ്ണമായി അറിയണം. ഫഅലം, അവിടെ പോലും ഞാൻ ഏഡ് ചെയ്യുന്നു, അവനെ പൂർണ്ണമായി അറിയണം. എങ്ങനെ അറിയണം? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവേ, ഈ വാഗ്ധോരണികളെ മാനവ ചരിത്രത്തിന്റെ പരിവർത്തനത്തിന് നിമിത്തമായാൽ, ഒരുപാട് മനുഷ്യരുടെ മനസ്സിൽ വെളിച്ചമായാൽ ഞങ്ങൾ കൃതാർത്ഥരായി. നോക്കണേ, പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ അറിവോടെ പൂർണ്ണ ശക്തിയോടുകൂടെ സ്നേഹിക്കുക എന്നതും തന്റെ അയൽക്കാരനെ തന്നെ പോലെ സ്നേഹിക്കുക എന്നതും എല്ലാ ഹോമബലികളെയും യാഗങ്ങളെക്കാളും ഏറെ ഉത്കൃഷ്ടമാണ് എന്ന് പറഞ്ഞതും സത്യമാണ് എന്നംഗീകരിച്ചപ്പോ യേശുക്രിസ്തുവിന്റെ കമാൻഡ് കേട്ടോളൂ. ഈസാ നബി അതിനെപ്പറ്റി വീണ്ടും പറയാൻ നോക്കെ, അയാൾ വിവേകപൂർവം മറുപടി പറഞ്ഞപ്പോൾ, ആരാ വിവേകി? ഒന്നിലധികം ദൈവമുണ്ട് എന്ന് പറയുന്നവനാണോ വിവേകി? യേശുക്രിസ്തുവിന്റെ ഭാഷയിൽ ബൈബിളാ പറയുന്നത്. അയാൾ വിവേകപൂർണ്ണം സംസാരിച്ചപ്പോ, വിവേകമുള്ള ഒരാളും ഒന്നിലധികം ദൈവമുണ്ടെന്ന് പറയില്ലെന്ന് ബൈബിളാ പറയുന്നത്. അയാൾ വിവേകപൂർവം സംസാരിച്ചപ്പോൾ യേശുക്രിസ്തു പറയാണ്, യേശുക്രിസ്തു അയാളോട് പറഞ്ഞു, നീ ദൈവരാജ്യത്തിൽ നിന്ന് ഏറെ അകലെയല്ല, നീ ദൈവരാജ്യത്തിലെത്തേണ്ടവനാണ്, നിന്റെ വിശ്വാസം പെർഫെക്റ്റാണ്. പിന്നീട് അവനോട് ചോദ്യം ചോദിക്കാൻ ആരും മുതിർന്നില്ല. സഹോദരാ, ഈ സത്യവേദ പുസ്തകം എന്ന് പറയുന്ന ബൈബിളിൽ പോലും ഇസ്ലാമുണ്ട്, സത്യമുണ്ട്, പ്രവാചകന്മാരുടെ ആദർശമുണ്ട്. തീർന്നില്ല സഹോദര, തീർന്നില്ല, വാചകം തീർന്നില്ല. എനിക്ക് പറയാനുള്ള പോയിന്റ് അവസാനിച്ചില്ല സഹോദര. ഈസാ നബി പറയും, അല്ലാഹുവേ, ഞാൻ അവർക്കിടയിൽ ഉണ്ടായിരുന്നപ്പോൾ, ഖുർആനാ പറയുന്നത്, ഞാൻ അവർക്കിടയിലുണ്ടായപ്പോൾ അവർ നിന്നെ മാത്രം ആരാധിക്കാൻ ഞാൻ അവരോട് പറഞ്ഞതും അതിന് ഞാൻ അവർക്ക് സാക്ഷിയും. പക്ഷേ അല്ലാ, നീ എന്നെ നിന്നിലേക്ക് ഉയർത്തിയപ്പോൾ നീയാണ് അവരുടെ സാക്ഷി, ഞാനല്ല. എന്ത് കിട്ടി? ഈസാ നബിയെ പടച്ചോനിലേക്ക് ഉയർത്തി. ഒരു ബർസഖിന്റെ, ഒരു മറയുടെ അപ്പുറത്ത് ഈസാ നബി ഉണ്ട്, മൗത്തായിട്ടല്ല, അല്ലാതെ. ആ ഈസാ നബി ക്രിസ്ത്യാനികൾ ചെയ്യുന്ന ഒന്നും മറഞ്ഞിട്ടില്ല എന്നവിടെ പറയും. ഇത് മുസ്ലിങ്ങൾക്ക് ഒരു മാതൃകയാണ്. അല്ലല്ലാത്ത നബിയെ വിളിച്ചാൽ കേൾക്കും, കാണും, പറയുന്നവരോട് മരിക്കാത്ത ഈസാ നബിക്ക് പോലും എന്തറിയില്ല. അല്ലാഹുവേ, നീ എന്നെ നിന്നിലേക്ക് ഉയർത്തിയപ്പോ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, അല്ലാ, നീ അവരെ സാക്ഷിയും. ഇനി ഹിദായത്തിന് വേറെ നിമിത്തമാണോ? അല്ലല്ലാത്ത അമ്പിയ ഔലിയാക്കളെ വിളിക്കുന്ന മുസ്ലിങ്ങളും നല്ല ഹൃദയം കൊടുത്ത് ആലോചിച്ചോളീൻ. ഈസാ നബിയുടെ വാക്ക് ഒരു മറക്കപ്പുറത്തായിട്ട് പോലും അറിഞ്ഞില്ല. പിന്നല്ലേ മരിച്ചാൽ എല്ലാരും ചിന്തിക്കണം.